യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഒക്ടോബർ 22 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മാർത്തോമ സുവിശേഷ സേവിക സംഘം, പ്ലാറ്റിനം ജൂബിലി ഹാൾ, മഞ്ഞാടി, തിരുവല്ല. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഒക്ടോബർ 23 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഒക്ടോബർ 24 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ഒക്ടോബർ 27 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചലിൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ അല്ലെങ്കിൽ കർത്താവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവവചനത്തിൽ പറയുകയാണ്, കർത്താവ് എന്നെ എന്തിനെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ, നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ സഹായിക്കാൻ ദൂതന്മാരെയും കർത്താവ് ആക്കിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാകുമ്പോൾ മാത്രമാണ് എനിക്കതിനെ ശരിയായ വിധത്തിൽ ചെയ്യാൻ കഴിയുന്നത്. കർത്താവ് എൻ്റെ മേൽ ആക്കി വെച്ചിരിക്കുന്ന ആ സഹായത്തെ അല്ലെങ്കിൽ ദൂതന്മാരുടെ സഹായത്തെ എനിക്ക് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാനായി കഴിയത്തുള്ളൂ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ തക്കവണ്ണം അവൻ നമ്മളെ സഹായിക്കുന്നു. നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരു സഹായകനെ കർത്താവ് നൽകിയിട്ടുണ്ട്. അവനോട് സംസാരിച്ചാട്ടെ, ദൈവത്തിൽ നിന്ന് കേട്ടാട്ടെ. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട നിറവുള്ളൊരു ജീവിതം ഉണ്ടാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിനക്കൊരു അസൈൻമെന്റ് ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്കി വെച്ചതിനെ സഹായിക്കാൻ നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന മിനിസ്ട്രിയെ എതിർക്കുന്ന പിശാചിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പറ, അറിയാവോ ഇല്ലയോ? നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയെ എതിർക്കുന്ന പിശാചിനെ അറിയാവോ ഇല്ലയോ? അപ്പൊ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയെ സഹായിക്കുന്ന ദൂതന്മാരെ നിങ്ങൾ പരിചയപ്പെടണ്ടേ? പിശാചിനെ അറിയാം, പക്ഷെ ആരെ അറിയത്തില്ല? സഹായിക്കുന്ന ഏഞ്ചൽസിനെ അറിയത്തില്ല. അവര് കുറച്ചു പേരും നമ്മുടെ കൂടെ ഉള്ളവർ കൂടുതലുമാ. നിങ്ങളെന്താ കൈയടിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. We are here to reign. We are here to rule. We are here to reign. We are here to rule. Come on, clap. Give a clap of the Lord. Come on, worship the Lord. Thank you, Jesus. When I get into
the spiritual world, from that day onwards, assigned angels are working for me. എന്നെ വിളിച്ചപ്പോഴേ ദൈവത്തിനൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് ആ പ്ലാനിലേക്ക് എത്തിക്കുന്ന ഏഞ്ചൽസ് എൻ്റെ മുമ്പിലുണ്ട്. അവനോട് നിങ്ങൾ എതിർക്കരുത്, അവനെ നിങ്ങൾ കേൾക്കണം. അവനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? എതിർക്കരുത്, പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ അവൻ പറയുന്നത് നീ കേൾക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ, സ്വന്തം ജനത്തോട് പറഞ്ഞതാ. നമ്മൾ അതിനേക്കാൾ കൊറ്റു താഴെയല്ല, അതിനൊക്കെ മുകളിലാണ്. എങ്കിൽ അസൈൻഡ് ആയ പലതും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്നാന്നറിയോ? നമുക്ക് ഈ മേഖലയിൽ വ്യക്തതയില്ല. പിശാച എൻ്റെ അസൈൻഡായ ശുശ്രൂഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ധാരാളമാര് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അസൈൻഡായ മിനിസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് എത്ര പേരുണ്ട്, അവരെങ്ങനെ പ്രവർത്തിക്കുമെന്ന് പ്രസംഗിക്കാൻ ആളില്ല. നിങ്ങൾ പറയുമായിരിക്കും, ബ്രദറെ എനിക്കൊരു ശുശ്രൂഷയൊന്നുമില്ല. വെയിറ്റ്, കല്യാണം കഴിഞ്ഞോ? പറ, കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞാൽ കുടുംബം നോക്കാൻ സഹായിക്കുന്ന ഏഞ്ചൽസ് വരും കൂടെ. കുടുംബം കലക്കാൻ പിശാചുണ്ടെങ്കിൽ കുടുംബം പണിയാൻ ദൈവദൂതന്മാരില്ലേ? അങ്ങ് സ്വർഗത്തിൽ ക്ഷാമം ഉണ്ടോ? അപ്പോ നിങ്ങൾ വല്ലതും പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കുടുംബം കലക്കുന്ന പിശാചിനെ കുറിച്ച് പറയുന്ന എത്ര പേര് അതിനകത്തുണ്ടോ? ഇവിടെ ഇരിക്കുന്ന കൂടുതലും പേരും പറയുന്ന അതാ. പക്ഷേ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കാല് പോലും കല്ലി തട്ടത്തില്ലാതെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ദാ കുടുംബം കലങ്ങി കിടക്കുമെന്ന്. സോ അവിടെ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. അതേ പറഞ്ഞ് നമ്മുടെ വിചാരത്തിൽ സ്പിരിച്വലായ കാര്യങ്ങളിൽ മാത്രമേ ദൂതന്മാർ നമ്മളെ സഹായിക്കൂ എന്നാണ് വിചാരം. പക്ഷേ ഏതെല്ലാം കാര്യത്തിൽ ഫിസിക്കലായിട്ടുണ്ടോ അവിടെയെല്ലാം ആർക്കെന്നെ സഹായിക്കാൻ കഴിയും? ഏഞ്ചൽസിനെ സഹായിക്കാൻ കഴിയും. എൻ്റെ ഒപ്പം എത്തിയവരൊന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് കുറെ ഡ്രീംസും ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ വരുന്നില്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അതെങ്ങനെ ഞാൻ ഏഞ്ചലിനോട് പറയുമെന്ന്? നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ട ബോധം നിങ്ങൾ ആത്മാവിൽ നിറവുള്ളവരാണ് എന്ന ബോധമോ. ആത്മാവിൽ നിങ്ങൾ നിറഞ്ഞവരാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് അത് റൈറ്റ് ആയിരിക്കും. അല്ല, സ്പിരിച്വലി നിങ്ങൾ ഡൗൺ ആണെങ്കിൽ ഫുൾ വിത്ത് ദ സ്പിരിറ്റ്, ഫുൾ വിത്ത് ദ വേർഡ്, പിന്നീട് നിങ്ങൾ പറയുന്നതെല്ലാം അസൈൻമെന്റിനോട് ചേർന്ന വേർഡുകളായിരിക്കും. അതിൽ നിന്ന് അല്ലാത്തതൊന്നും നിങ്ങളിൽ നിന്ന് പുറത്തു വരത്തില്ല. ഭാഗം കുറച്ച് കട്ട് ചെയ്യുക, അതെങ്ങനെയാ ഇനി പറഞ്ഞു കൊടുക്കാന്ന് എനിക്ക് അറിയത്തില്ല. ആ ഭാഗം കുറച്ച് കട്ട് ചെയ്യാന്ന് എനിക്കും അറിയാം. മെല്ലെ മെല്ലെ നിങ്ങളങ്ങ് പഠിക്കേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആരോ ഒരു മോള് ചിന്തിക്കുന്നുണ്ട്, ബ്രദർ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഏഞ്ചൽസ് ആർ വർക്കിംഗ് ഫോർ യു. ദ ഹോളി സ്പിരിറ്റ് ഇസ് വർക്കിംഗ് ഫോർ യു. ഇമ്പോർട്ടന്റ് ഏഞ്ചൽസിനല്ല, ഇമ്പോർട്ടന്റ് അല്ല, ദൈവ തൃത്വത്തിൽ മൂന്നാമൻ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവരെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലും. ഭയങ്കര കേട്ടോ. എൻ്റെ കൺഫ്യൂഷൻ തീർന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എപ്പോഴും ഞാൻ കർത്താവിനോട്, ഞാൻ ആരോടാ സംസാരിക്കേണ്ടത്, ദൂതനോടാണോ ദൈവത്തോടാണോ? കാരണം പ്രയോറിറ്റി ആർക്ക് പോകുന്നു എൻ്റെ ചിന്ത. അപ്പം ഞാൻ ഇവനോട് സംസാരിക്കണമെങ്കിൽ, എൻ്റെ കൂടെ നിൽക്കുന്ന ആളിനോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള തൃത്വത്തിൽ മൂന്നാമത് ഒരുവൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമനെ പ്രതിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഞാൻ അവൻ്റെ മകനാണെന്നുള്ള പ്രതിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, things are very different. കൈയടിച്ചു കർത്താവിനോട് നല്ല ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, എനിക്ക് മുമ്പായി ഒരുവൻ പോകുന്നുണ്ട്. എനിക്ക് മുമ്പായി ഒരുവൻ പോകുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പാട്ട് എഴുതി, ഓർമ്മയുണ്ടോ? മുമ്പേ ഒരുവൻ പോകുന്നു, അത് എൻ്റെ നല്ല ദൈവമാ. മുമ്പേ ഒരുവൻ പോകുന്നു, അത് എൻ്റെ നല്ല. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, അവൻ എൻ്റെ മുമ്പേ പോകുവോ? മുമ്പേ ഒരുവൻ പോകുന്നുണ്ടോ? മുമ്പേ ഒരുവൻ പോകുന്നുണ്ടോ? ഒന്ന് കൈകൾ അടിച്ചു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, മുമ്പിൽ ഒരുവൻ പോകുന്നുണ്ടോ? മുമ്പിൽ ഒരുവൻ പോകുന്നുണ്ട്. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. മുമ്പിൽ നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു.
അടുത്ത വാചകം എഴുതിയിരിക്കുന്ന മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിലേക്ക് പോയി. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാ. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? മേഘസ്തംഭത്തെയും ദൂതനെയും തമ്മിൽ വേർതിരിക്കാൻ ഒക്കത്തില്ല. പ്രസൻസിനെയും ഏഞ്ചൽസിനെയും തമ്മിൽ എന്ത് ചെയ്യാക്കത്തില്ല, വേർതിരിക്കാൻ പറ്റുന്നില്ല. ഏഞ്ചൽസുമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണോ? പ്രസൻസ് ആദ്യം ഉണ്ടാകണം. ആ പ്രസൻസിൽ നിന്ന് ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. ഇത് ഒരു നല്ല ആമേൻ പറ. നന്ദി യേശുവേ. ആദ്യം കണക്റ്റഡ് ആകേണ്ടത് പ്രസൻസിലേക്ക്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട്. നമ്മുടെ പ്രശ്നം എന്നാന്നറിയാം, നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം, വീട്ടിൽ പോകുമ്പോൾ ഇല്ല. ഒരു പാട്ട് തെറ്റിയാൽ ദൈവസാന്നിധ്യം പോകും. എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദൈവസാന്നിധ്യം ഇറക്കാൻ പെടുന്ന പാടറിയാമോ നിങ്ങൾക്ക്? ഞാനൊരിക്കലും ഒരു ക്ലാസ് എടുത്ത് നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്ന കരവള്ളൂർ പ്രസംഗിച്ച മെസ്സേജ് നിങ്ങൾ കേൾക്കണം. ദൈവസാന്നിധ്യം ഇറക്കാൻ ശ്രമിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ്. കാരണം ഒരിക്കൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിച്ചതാണ്. ഇനി ദൈവസാന്നിധ്യം മേളിൽ നിറക്കണ്ട, എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ബ്രദറെ, എനിക്ക് അനുഭവിക്കാൻ പോകാത്തത് ഫെലോഷിപ്പ് മുറിഞ്ഞതാ. അനുഭവിക്കാൻ പറ്റാത്തതല്ല, കൂട്ടായ്മ മുറിഞ്ഞു. ചോദിച്ചാൽ മതി, അപ്പച്ചാ നീ എവിടെ പോയേ? അപ്പം തിരിച്ചു പറയും, ഞാനിവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താ? അതില്ല കാരണം അവിടെ സെറ്റിൽ ചെയ്യുക, റിസ്റ്റോർ ചെയ്യുക. അത്രയേ ഉള്ള കാര്യം. അവരുടെ പുറകിലേക്ക് അവൻ മാറി നിന്നു. രാത്രി മുഴുവൻ മിസ്രയീം സൈന്യവും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യയിലായിരുന്നെന്ന്. നിന്നെ ഒരു ശത്രു തൊടത്തില്ല. ഇതിന്റെ ഇടയിൽ ഒരുവൻ നിപ്പുണ്ട്. ഒരു ആമേൻ പറ. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ഇത്രയും വർഷം ഞാൻ വായിച്ചിട്ട് മനസ്സിലാകാത്തൊരു വാചകം പറയാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. വായിച്ചിട്ടില്ലേ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും മനസ്സിലായോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ആൾ. ക്രിസ്തു ഇങ്ങനെ പിടിച്ചു വെച്ചേക്കോ എന്നെ. അതിൽ നിന്ന് ആരെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നെ? ഇതിന്റെ ഇടയിലേക്ക് ഒരുവൻ വരണ്ടേ? ജോനവാ, നീ ഇടയിൽ കയറാൻ കൊള്ളാവുന്നുള്ളൂ. എന്റെ ഇടയിൽ കയറാൻ നോക്ക്. സ്ഥലമില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? എന്നിൽ നിന്ന് അകറ്റാൻ ആർക്കും കഴിയത്തില്ല. കാരണം അതുപോലെ ടൈ ആണിത്. ഒന്നിനും എന്നെ അകറ്റാൻ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലേക്ക് വരാൻ ഒരുവൻ നോക്കും, പക്ഷെ അവൻ എന്നെ അകറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ മുற்றிലും ജയാളിയാണ്. ഒരു ശത്രുവിന് ഇതിനെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് രസം കേൾക്കണം. അതിന് തൊട്ട് താഴത്തെ വാചകം വായിക്കുന്നതെന്നറിയോ? ഇസ്രായേൽ ജനത്തിന് അത് വെളിച്ചവും മിസ്രയീമ്യർക്ക് അത് ഇരുട്ടുമാക്കിയെന്ന്. ഒരു സെക്കൻഡ് ഇവിടെ നിന്നോട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറ്റിയോ? ഇസ്രായേൽ ജനത്തിന് വെളിച്ചവും മറ്റവർക്ക് എന്തായിരുന്നു? ഒരു സൈഡ് ഇരുട്ടും ഒരു സൈഡ് വെളിച്ചവും. ലോകം മുഴുവൻ ഇരുട്ടി കിടന്നാലും നീ വെളിച്ചത്തിലേ നടക്കത്തുള്ളൂ. ലോകം മുഴുവൻ ക്ഷാമത്തിൽ നടന്നാലും ഞാൻ അനുഗ്രഹത്തിലേ നടക്കത്തുള്ളൂ. ലോകം മുഴുവൻ ചിക്കൻ ഗുനിയാണെങ്കിലും എനിക്കൊരു ഗുനിയം വരണ്ട. പറ. കൊതു എന്നെ കടിക്കത്തില്ല. പറ. കൊതു കടിച്ച ഉടനെ പറയുന്നത്, അയ്യോ എന്നാ കൊതു ആണോ? ഉറപ്പായിട്ട് ചിക്കൻ ഗുനിയായിരിക്കും വരുന്നേ. കൊതുവിനെ കൊന്നിട്ട് പറയുന്ന ആദ്യത്തെ വാചകം എന്തുവോ? എന്ത് കൊതുവാന്ന് ആർക്കറിയാം? പന്നിയാണോ ചിക്കനാണോ ഏതാ ഡെങ്കിയാണോ ഡിങ്കനാണോ ആരാ വരുന്നെന്ന് അറിയത്തില്ല. കൊന്നിട്ട് ആദ്യം പറയുന്ന ഏതാ? നീ പറയുന്നത് നിനക്ക് നോക്കിച്ചോണ്ടിരിക്കുന്നേ. നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഇസ്രായേൽക്ക് മിസ്രയീമ്യർക്ക് ഇരുളും എനിക്ക് വെളിച്ചമോ? ഈ ലോകത്തിൽ ദൈവത്തിന് അങ്ങനെ വേർതിരിച്ചു നിർത്താൻ പറ്റും?
If you are in the spiritual world, നീ ആത്മലോകത്തിലാണെങ്കിൽ ഈ ലോകത്തിൽ അങ്ങനെ ഒരു വേർതിരിവോടെ ദൈവം നിന്നെ നടത്തും. ആർക്കും ബില്ല് കിട്ടത്തില്ല, പക്ഷെ നിനക്ക് ബില്ല് കിട്ടും. ആർക്കും ബിസിനസ് കിട്ടത്തില്ല, നിനക്ക് ബിസിനസ് കിട്ടും. ആർക്കും ജോലിയില്ല, നിനക്ക് ജോലി ഉണ്ടാകും. കാരണം ദൈവം ഒരു വേർതിരിവ് വയ്ക്കും. സഹോദര, നീ ആത്മലോകത്തിലാണെന്ന് മനസ്സിലാണെങ്കിൽ വേർതിരിവ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. വേർതിരിവില്ല എങ്കിൽ സ്റ്റിൽ യു ആർ സ്ട്രഗ്ലിംഗ് സംവെയർ എൽസ്. വേർതിരിവുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ലോകം നടത്തുന്നത് പോലെയല്ല സ്വർഗം നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. യു ആർ ഡിഫറെന്റ്, യു ആർ വാല്യുബിൾ, യു ആർ പ്രീഷ്യസ്, യു ആർ precious. Come on, come on, come on, give clap offering to the Lord. You are valuable. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. രുധന മസലകോ. ഒരു ശത്രു നിന്നെ തൊടത്തില്ല, ഒരു ഇരുട്ട് നിന്നെ സ്വാധീനിക്കത്തില്ല, ഒരു അപമാനവും നിന്നെ തൊടത്തില്ല, ഒരു പിശാചിന്റെ ബന്ധനവും നിന്നെ തൊടത്തില്ല. നീ എല്ലായിടത്തും ജയാളിയാകാൻ തുടങ്ങുന്നു. എല്ലായിടത്തും ജയാളി, ഇപ്പോഴും ജയാളിയായി. തുള്ളിച്ചാടി കർത്താവിനെ റിസീവ് ചെയ്തേ. നമ്മുടെ പ്രശ്നം നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ബന്ധമില്ല. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. പരിശുദ്ധാത്മാവുമായിട്ട് പലർക്കും ബന്ധമില്ല. പക്ഷെ ദൂതന്മാരെ കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ദൈവമേ ഒരു ദൂതനെ അയക്കണേ, ദൈവമേ എന്നെ ദൂതനെ അയച്ച് സഹായിക്കണേ. അവർ ആ കാര്യം അനുഭവിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയും, ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി, എനിക്കൊരു അനുഭവമില്ല. എടയുവേ, അനുഭവം ഉണ്ടാവത്തില്ല. ആദ്യം നിന്റെ കൂടുള്ള പരിശുദ്ധാത്മാവുമായി നിനക്ക് റിലേഷൻ ഉണ്ടാക്കട്ടെ. അവിടെ ആ ബിഗിനിങ്. അവനാണ് എന്താ പറയണ്ടേ, എങ്ങനെ പറയണ്ടേ, എവിടെ പറയണ്ടേ എന്ന് വചനത്തിലൂടെ ബോധം തരുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, എങ്ങനെ പറയണ്ടേ, എന്താ പറയണ്ടേ എന്ന് വചനത്തിലൂടെ ബോധം തരുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അവൻ പറഞ്ഞത് പറയുമ്പോഴാ ലോകം മുഴുവൻ ഇളകാൻ തുടങ്ങുന്നേ, സാഹചര്യങ്ങൾ മുഴുവൻ ഇളകാൻ തുടങ്ങുന്നേ. ഐ മീൻ, നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാകും, യേശുവിനെ സഹായിക്കേണ്ടതിന് പോലും, യേശുവിനെ ശുശ്രൂഷിക്കേണ്ടതിന് ഇതിനെല്ലാം ദൂതന്മാരെ കർത്താവ് ആക്കിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ദൂതന്മാർ ശുശ്രൂഷിച്ചു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാനായി കഴിയും. അതേപോലെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളിലും ഒരു ദൈവ പൈതലിന് സഹായമായിട്ട് ദൂതന്മാരെ കർത്താവാക്കിയിട്ടുണ്ട്. ഐ മീൻ, നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന സഹായകനെ അനുഭവിച്ചാട്ടെ. ആ സഹായം നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹമായി തീരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ കുടുംബത്തിൽ കർത്താവ് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. ഈ ബ്രദറിന്റെ പേര് രാകേഷ് എന്നാണ്, അമ്മയുടെ പേര് ബിന്ദു. ഈ ബ്രദർ ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ആദ്യം ജോബിന് ഇന്റർവ്യൂവിന് പോയപ്പോൾ സൺഡേ ഓഫില്ല, അതും ഡ്യൂട്ടി എടുത്താൽ മാത്രമേ ജോലി തരത്തുള്ളൂ എന്നാണ് കമ്പനി പറഞ്ഞിരുന്നത്. എന്നാൽ ബ്രദർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, സൺഡേ ഓഫോടുകൂടി ആ കമ്പനി ജോലി നൽകിയെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഏപ്രിൽ മാസം പനിയായതിനെ തുടർന്ന് ബ്രദർ 5 ദിവസം മാത്രമേ കമ്പനി ജോലിക്ക് പോയിരുന്നുള്ളൂ. അങ്ങനെ മെയ് മാസം ഡെലിവറൻസ് ക്യാമ്പിന് പങ്കെടുത്തപ്പോൾ ബ്രദർ ഒരു ദൂത് പറഞ്ഞു, അനേകം പേർക്ക് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കർത്താവ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബ്രദർ വിശ്വാസത്തോടെ വീട്ടിൽ പോയി. സാധാരണ 5 ദിവസം മാത്രമേ ഈ ബ്രദർ ജോലിക്ക് പോയിട്ടുള്ളൂ, ക്യാഷ് ക്രെഡിറ്റ് ആവേണ്ടതല്ല. എന്നാൽ അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചു. ഹാഫ് സാലറിയോട് കൂടെ ആ എമൗണ്ട് ക്രെഡിറ്റ് ആയെന്നാണ് പറയുന്നത്. അടുത്ത സാക്ഷി ആൻറ്റിക്ക് ലഭിച്ചതാണ്. ആൻറ്റിക്ക് വർഷങ്ങളായി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഉറങ്ങാൻ ഒക്കത്തില്ല. എങ്ങനെയാ ചേച്ചി എന്ന് പറയാമോ? കഴിഞ്ഞ ആഴ്ച ശ്വാസം മുട്ടൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്വാസം മുട്ടലില്ല, പക്ഷെ എനിക്ക് കീർക്കും ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. 4 ദിവസം കിടത്തിയിട്ട് പറഞ്ഞു ഇനി കുഴപ്പമില്ല, വീട്ടിൽ പോകാൻ പറഞ്ഞു. പക്ഷെ എന്നും എനിക്ക് വയ്യ. രാത്രിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഈ മീറ്റിങ്ങിന് വരുന്നൊരു തലേ ദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ
ആ പൈശാചിക ബന്ധനം എനിക്ക് അഴിഞ്ഞുപോയി. ഞാൻ ഇവിടെ എന്തൊക്കെ കാണിച്ചു മോൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഇന്ന് 4 ദിവസം കൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റുന്നുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ലവ് യു ജീസസ്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. മേനംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ വരുന്നത്. അയൽവാസികളാണ്. കഴിഞ്ഞ 8 മാസത്തോളമായിട്ട് സിസ്റ്ററിൻ്റെ ഇടത് സൈഡിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ടായിരുന്നു. ഇത് കാരണം ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല, ഒത്തിരി സമയം ജോലി ചെയ്യാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഒത്തിരി പ്രയാസത്തിലൂടെയായിരുന്നു പോയത്. എന്നാൽ ഡെലിവറൻസ് മീറ്റിങ്ങിൽ ബ്രദർ സിസ്റ്ററിനോട് അങ്ങോട്ട് ആലോചന പറഞ്ഞു, കർത്താവ് ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സിസ്റ്റർ പറയുന്നത് അന്ന് തന്നെ ആ പ്രശ്നങ്ങൾ മാറിപ്പോയി, കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ലവ് യു, ബ്ലസ് യു. ഒരു അനുഗ്രഹമായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ സിസ്റ്ററിന്റെ പേര് ഷീബ പത്മകുമാർ എന്നാണ്. കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത അനേക അത്ഭുതങ്ങളാണ് സിസ്റ്ററിന് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. 5 ആഴ്ച മുമ്പ് ചർച്ചിൽ വരുമ്പോൾ ബ്രദർ സിസ്റ്ററിനോട് ദൂത് പറഞ്ഞു. കർത്താവിൻ്റെ കരം സിസ്റ്ററിൻ്റെ വയറിലിരിക്കുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ ഓവറി സിസ്റ്റ് കാരണം പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ പറയുന്നത് അന്നേ ദിവസം മുതൽ സിസ്റ്ററിന് ആ ബുദ്ധിമുട്ട് മാറി. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചില്ല. എന്നാൽ കുനിഞ്ഞ് ജോലി ചെയ്യുന്നതിന് കഴിയത്തില്ലായിരുന്നു. അതിനുശേഷം വേദനയില്ല, കുനിഞ്ഞ് ജോലി ചെയ്യുന്നതിന് കഴിയുന്നു എന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുന്നത്. കൂടാതെ ആ സമയം തന്നെ തൻ്റെ ഹസ്ബൻഡിന് 6 മാസമായി ഉണങ്ങാതിരുന്ന മുറിവ് ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ അത് കരിഞ്ഞുണങ്ങി സൗഖ്യത്തിലേക്ക് വന്നു. 6 മാസമായിട്ട് മുറിവ് ഉണങ്ങാതിരിക്കുകയായിരുന്നു. 6 മാസമായി ഉണങ്ങാതിരിക്കും. ചേച്ചിക്ക് വയറ് ഈ പ്രയാസമുള്ളതുകൊണ്ട് കുനിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് അന്ന് മുതൽ അത് മാറിപ്പോയി. കർത്താവ് സൗഖ്യമാക്കി. അതിന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. ഹസ്ബൻഡിന് കാലിലെ 6 മാസമായി ഉണങ്ങാതെ ആന്റിബയോട്ടിക് കഴിച്ചിട്ടും മുറിവ് ഉണങ്ങുന്നില്ല. വീണ്ടും മുറിവ് ഇങ്ങനെ ചെറുതായിട്ട് വന്നു എങ്കിലും പൂർണ്ണമായും. എന്നാൽ കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. 6 മാസമായി തലയുടെ ഒരു വശത്ത് പെരുപ്പും വേദനയും ഉണ്ടായിരുന്നു. ബ്രദർ അന്ന് ദൂത് പറഞ്ഞു അത് മാറിപ്പോവുകയാണെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത് 6 മാസമായി തനിക്കുണ്ടായിരുന്ന പ്രയാസം അന്നേ ദിവസം പൂർണ്ണമായി മാറിപ്പോയി എന്ന്. താങ്ക് യു. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഒക്ടോബർ 13 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട ഒക്ടോബർ 15 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. TV പ്രേക്ഷക സംഗമം കോട്ടയം ഒക്ടോബർ 16 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഒക്ടോബർ 20 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം ചലിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന അനുഭവങ്ങളെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. അത് നാച്ചുറലി നടക്കുന്നതല്ല, അത് സൂപ്പർ നാച്ചുറലി സ്വർഗം തന്നെ ചെയ്യുന്നതാണ്, ആത്മലോകം ചെയ്യുന്നതാണ്. ആമേൻ. നമ്മുടെ ലൈഫിലും ആത്മലോകത്തിന് ഇടമുണ്ടാകുന്ന വിധം കർത്താവ് നമ്മളെ വീണ്ടെടുത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അങ്ങ് ആക്കി വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ആമീൻ. എൻ്റെ ദൈവം വാഴുന്ന രാജ്യത്തിൽ, ആമീൻ, യേശു വാഴുന്ന രാജ്യത്തിൽ അവൻ നമ്മളെ ആക്കി വെച്ചിരിക്കുവോർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവെ, കാണുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണമപ്പ, അത്ഭുത കരം ചലിക്കണമപ്പ. ഒരു പഴയ വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം, ഐ മീൻ ഒരു പുതിയ വീട് അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കാൻ കഴിയുമെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിലില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നാൽ സ്വപ്നങ്ങളെ കൊടുക്കുന്ന ദൈവം, അപ്പോൾ ആ പുതിയ അനുഭവങ്ങളെ കൊടുക്കുന്ന ദൈവം, ആ വീടിന്മേൽ പകരുന്ന ദൈവിക ബ്ലെസ്സിങ്ങിനായി നന്ദി പറയുന്നു കർത്താവേ. മനോഹരമായൊരു വീടുണ്ടാകട്ടെ അപ്പാ. അവരുടെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കട്ടെ അപ്പാ. കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ആമീൻ. അതേപോലെ തന്നെ ചെടിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. ഹല്ലേലൂയ. ആമീൻ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ചില ആശയങ്ങളോട് കൂടിയിട്ട്
ചിലത് ചെയ്യുവാൻ തക്കോണം കർത്താവിൻ്റെ കരം ആ ബ്രദറിനോടൊപ്പം ചലിക്കുന്നു. യേശു ആ കുടുംബത്തോടൊപ്പം ചലിക്കുന്നു. വലിയൊരു ബിസിനസ്സിലേക്ക്, വലിയൊരു നിറവിലേക്ക് കർത്താവ് കൊണ്ടുവരുന്ന ഓർത്ത് നന്ദി പറയുന്നപ്പാ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. അതേപോലെ തന്നെ വില കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ്, അങ്ങനത്തെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം, ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നുമില്ല. ആ കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. അവരുടെ ലൈഫിനെ കർത്താവ് മാറ്റിമറിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന കർത്താവെ. അതേപോലെ തന്നെ അപ്പോൾ ഈ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അപ്പോൾ സൗഖ്യത്തെ പകർന്നാട്ടെ അപ്പ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവിക വിടുതലിനെ പകർന്നാട്ടെ അപ്പ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, അപ്പോൾ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം. ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു ജീവിതം ഉണ്ടാകണം. ദൈവത്തെ അനുഭവിക്കാൻ കഴിയണം അപ്പ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.